ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ സീരീസിൽ. ഇത് അതിന്റെ 28ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞത് 2019 നടന്നിട്ടുള്ള PWD ഇറിഗേഷൻ അതേപോലെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന്റെ അവസാന ഭാഗത്തോട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരുന്നത്. മുൻപത്തെ വീഡിയോകളിൽ പാർട്ട് 1 മുതൽ 20 വരെയുള്ള വീഡിയോസ് നോക്കിയാൽ KLDCയുടെ മുൻപത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ 45ഓളം വീഡിയോ ഓവർസിയർ ഗ്രേഡ് 3യുടെ മുമ്പത്തെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൂടി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിക്ക് മേസണറി എന്നുള്ള ചോദ്യമാണ് ആദ്യത്തേത്. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ സക്സസീവ് കോഴ്സ്. 2 സക്സസീവ് കോഴ്സുകളിൽ വരുന്ന 2 വെർട്ടിക്കൽ ജോയിന്റുകളുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇതിൽ ജോയിന്റുകൾക്കുള്ള പേര് എന്ന് പറഞ്ഞിട്ട് കുറേ ജോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാർപ്പൻട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ജോയിന്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ബ്രിക്ക് മേസണറിയിൽ വരുന്ന ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്പും അതേപോലെ തന്നെ പെർപെൻഡുമാണ്. ലാപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയറാണ്. 2 ലെയർ ഓഫ് ബ്രിക്കുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന അടുത്തടുത്ത് വരുന്ന സക്സസീവായിട്ട് വരുന്ന 2 ജോയിന്റുകൾ, വെർട്ടിക്കൽ ജോയിന്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുക. ആ വെർട്ടിക്കൽ ജോയിന്റിനെയാണ് നമ്മൾ പെർപെൻഡ് അല്ലെങ്കിൽ ക്രോസ് ജോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജോയിന്റുകളെല്ലാം എന്താണ്? കാർപ്പൻട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ജോയിന്റുകളാണ്. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ചില ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഈസ് നോൺ ആസ്. വാൾ ഫൂട്ടിങ്ങിന് നമ്മൾ അല്ലെങ്കിൽ വാൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ വാളിന് നമ്മൾ കൊടുക്കുന്ന സ്പ്രെഡ് ഫൂട്ടിങ്ങിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ് പറയാം. എന്താണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു വാളിന് താഴ്ഭാഗത്തായിട്ട് ഒരു സ്ട്രിപ്പ് പോലെ നമ്മൾ ഫൂട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ് പറയാം. ഇനി മറ്റൊന്ന് സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കോളം ഫൂട്ടിംഗ് ആണ്. 2 കോളം ഫൂട്ടിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബീം കൊടുക്കും. അതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സ്പ്രെഡ് ഫൂട്ടിംഗ്? സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിന്റെ ഏറ്റവും താഴ്ഭാഗം എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോലെയാണെങ്കിൽ അതിനെ നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നാണ് പറയുക. വാട്ട് ഈസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫൂട്ടിംഗ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ബേസ് ഒറ്റൊന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 2 കോളം ഒരേ സ്ഥലത്തുനിന്ന് 2 കോളം എന്ത് ചെയ്യണം? അടുത്തടുത്തായിട്ട് നമുക്ക് പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ബേസ് ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ 2 കോളം ഉണ്ടാവും, 2 അല്ലെങ്കിൽ അതിലധികം കോളംസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിംഗിൾ ഫ്ലൈ ഷോർ ഷുഡ് ഹാവ് എ ഡെപ്ത് ഓഫ് നോട്ട് ലെസ് ദാൻ ഡാഷ് ഓഫ് ദ ക്ലിയർ സ്പാൻ ആൻഡ് വിഡ്ത്ത് ഓഫ് നോട്ട് ലെസ് ദാൻ ഡാഷ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അതായത് ഒരു സിംഗിൾ ഫ്ലൈ ഷോർ എന്താണ്? നമുക്കറിയാം, ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഒരു കൊളാപ്സ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിനെ നമ്മൾ താങ്ങി നിർത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫ്ലൈ ഷോറിംഗ് ഉണ്ട്. ഫ്ലൈ ഷോറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഹൊറിസോണ്ടൽ ഷോറിങ്ങിനെയാണ് നമ്മൾ ഫ്ലൈ ഷോറിംഗ് എന്ന് പറയാം. ഹൊറിസോണ്ടൽ ഷോറിങ്ങിൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ഷോറിങ് സിംഗിൾ ആണെങ്കിൽ അതിന് സിംഗിൾ ഫ്ലൈ ഷോർ എന്ന് പറയും. കാരണം അത് താഴ്ഭാഗത്ത് തട്ടാത്തത് കൊണ്ടാണ് അതിന് ഫ്ലൈ ഷോറിംഗ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ വളരെ കുറഞ്ഞ സ്പേസ് മാത്രമേ ഒരു 2 ബിൽഡിങ്ങുകൾക്കിടയിലുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഷോറാണ് കൊടുക്കുക. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഷോർ തന്നെ സിംഗിൾ ആണെങ്കിൽ, ഒരൊറ്റ ഷോറിങ്ങേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിന് സിംഗിൾ ഷോർ എന്നും, സ്പാന് കൂടുകയാണെന്നുണ്ടെങ്കിൽ 12 മീറ്ററിനേക്കാളൊക്കെ സ്പാൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ ഷോറിങ്ങുമാണ് കൊടുക്കുക. ഈ സിംഗിൾ ഷോറിങ്ങിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ക്ലിയർ സ്പാൻ ആയിരിക്കണം. അതേപോലെ തന്നെ വിഡ്ത്ത് നോട്ട് ലെസ് ദാൻ 1/5 ഓഫ് ഇറ്റ്സ് ലെങ്ത് ആയിരിക്കണം. അങ്ങനെയാണ് പറയുന്നത്. 2 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ഫ്ലൈ ഷോറിംഗ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ മേ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് ഡാഷ് ഓഫ് ദ ടോട്ടൽ പ്ലാൻ ഏരിയ ഓഫ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ അതിൻ്റെ ടോട്ടൽ പ്ലാൻ ഏരിയ അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയയുടെ എത്രയായിരിക്കണം, എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് ദ പ്ലിന്ത് ഏരിയയും
അതേപോലെ തന്നെ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4 to 5% ഓഫ് ദ പ്ലിന്ത് ഏരിയയുമാണ്. എന്താണ് ഈ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ? ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് വരാന്ത, പാസേജുകൾ, ഇതേപോലെ തന്നെ കോറിഡോറുകൾ, ഇതൊക്കെ എന്താണ്? ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയാണ്. ഈ സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് ദ പ്ലിന്ത് ഏരിയയാണ് വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല, ഇതിലില്ല. ഇതിന്റെ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നത് 20 to 25% ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹൊറിസോണൽ സർക്കുലേഷൻ 10 to 15ഉം വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് 4 to 5% ആണ് ടോട്ടൽ പ്ലിന്ത് ഏരിയയുടെ. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയിൽ ലിഫ്റ്റ്, അതേപോലെ തന്നെ സ്റ്റെയർ, റാമ്പുകളൊക്കെയാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയിൽ വരിക. ആകെ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് 20 to 45% ആണ് മൊത്തം കൊടുക്കുക. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ ആക്ച്വലി കറക്റ്റ് അല്ല. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ചോദിച്ചിരുന്നെങ്കിൽ ഒരു ഇതിലുള്ള ഒരു 5 to 10 ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാരണം ഇതിലുള്ള പെർസെൻറ്റേജുകൾ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആണ്, 20 to 25% എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈഫ് പീരീഡ് ഓഫ് എ ബിൽഡിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഡാഷ് ഇയേഴ്സ്. ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബിൽഡിംഗ് ലൈഫ് എന്ന് പറയുന്നത് 50 years ആണ്. അത് നമ്മൾക്കറിയാം ഓരോ ബിൽഡിങ്ങിനനുസരിച്ച് മാറും. ചിലത് 50 വർഷത്തേക്കാൾ കൂടുതലുണ്ടാവും, ചിലത് 50 വർഷത്തോളം പോലും ഇയർ ലൈഫ് സ്പാന് കിട്ടാത്ത ബിൽഡിങ്ങുകൾ ഉണ്ടാവും. എന്നാലും ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ 50 years ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാർബഡ് വയർ ഫെൻസിങ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൽ മീറ്റർ കിലോ സെക്കൻഡ് എന്നുള്ള സിസ്റ്റത്തിൽ ബാർബഡ് വയർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷർമെന്റ് ഏത് യൂണിറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ബാർബഡ് വയർ ഫെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേലി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പികൾ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളാണ്, സ്റ്റീൽ വയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റിലല്ല മെഷർ ചെയ്യുന്നത്, മറിച്ച് മീറ്റർ യൂണിറ്റിലാണ്. നമുക്കറിയാം നീളത്തിലാണ് നമ്മൾ മേടിക്കുക അല്ലേ. അപ്പം റണ്ണിങ് മീറ്റേഴ്സിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th question, it is a part in excess of hygroscopic water which exists in pore space of the soil by molecular attraction. മോളിക്കുലർ അട്രാക്ഷൻ കാരണം സോയിലിന്റെ പോസിൽ കയറി നിൽക്കുന്ന വെള്ളം ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ പ്ലാന്റ് യൂസ് ചെയ്യുന്ന വെള്ളം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ കാപ്പിലറി വാട്ടർ ആണ്. നമുക്കറിയാം ഒരു പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് കാപ്പിലറി വാട്ടർ ആണ്. റൂട്ട് സോണിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിരിക്കും എന്ത് കാപ്പിലറി വാട്ടർ എന്നുള്ളത്. നമ്മൾ പെനട്രേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള വെള്ളം കാപ്പിലാരിറ്റി റൈസ് കാരണം മുകളിലോട്ട് കയറി വരുന്നതാണ്. അതാണ് കാപ്പിലറി വാട്ടർ. ഈ വെള്ളം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറഞ്ഞാൽ സോയിലുള്ള വെള്ളമാണ് ആക്ച്വലി ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. സോയിലിന്റെ ഓരോ സോയിൽ പാർട്ടിക്കിളിന്റെ ചുറ്റും ഒരു തിൻ ഫിലിം പോലെ എന്ത് ചെയ്യും, വാട്ടർ ഫോം ചെയ്യുന്നതാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. പക്ഷെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാപ്പിലറി വാട്ടർ മാത്രമാണ് പ്ലാന്റിന് യൂസ് ചെയ്യാൻ കഴിയുന്ന വെള്ളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഡ്രെയിനേജ് ഇസ് ടേക്കൺ ഓവർ ദ ഇറിഗേഷൻ കനാൽ ഈസ് നോൺ ആസ്. ഒരു ഇറിഗേഷൻ കനാലിന്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡ്രെയിൻ കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. ആ ഡ്രെയിൻ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമുക്കറിയാം ഡ്രെയിന് മുകളിലൂടെയും കനാൽ താഴത്തോടെയും പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്നാണ് പറയുക. തിരിച്ചാണെങ്കിൽ നമ്മളതിനെ അക്യുഡക്റ്റ് എന്ന് പറയും. ഇവിടെ ലെവൽ ക്രോസും സൂപ്പർ എലിവേഷനും ഒന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകളല്ല. ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്താണ്, ഒരേ ലെവലിലാണ് നമ്മളുടെ സ്ട്രീമും അതേപോലെ തന്നെ കനാലും വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ലെവൽ ക്രോസിംഗ് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ എ നോച്ച് ഈസ് നോൺ ആസ്. ഒരു നോച്ചിന്റെ മുകളിലൂടെ പോകുന്ന ഷീറ്റ് ഓഫ് ലിക്വിഡിന് പറയുന്ന പേരെന്താണെന്നാണ്. വെറും ലിക്വിഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതിന് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല. മറിച്ച് എന്താണ്, ഒരു നോച്ചിന്റെ മുകളിലൂടെ ഷീറ്റ് ആയിട്ടാണ് വാട്ടർ പുറത്തോട്ട് പോകുന്നതെങ്കിൽ അതിനെ നാപ്പി എന്നാണ് പറയുക, അല്ലെങ്കിൽ നാപ്പി അല്ലെങ്കിൽ വീൻ എന്ന് പറയും. അപ്പം ആൻസർ എ ആണ് ഇതിന്റെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ എ ആണെന്ന് മനസ്സിലാവും. ഗേറ്റും ഫ്ലോയും വാൽവും ഒന്നും വരില്ല അല്ലേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് എക്സീഡ്സ് ഓർ ഈസ് ലൈക്ലി ടു എക്സീഡ് ദ എമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എമൗണ്ട് ബൈ മോർ ദാൻ 10%. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ എമൗണ്ടിനേക്കാൾ 10% നമ്മളുടെ വർക്കിന്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട എസ്റ്റിമേറ്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന്റെ എമൗണ്ടിനേക്കാൾ 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. അതല്ലെങ്കിൽ TS കിട്ടിയിട്ടുള്ള എമൗണ്ടിനേക്കാളും
5% കൂടുതൽ എക്സ്പെൻഡിച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. ഇതേപോലെ തന്നെ മെറ്റീരിയൽ എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും മാറ്റം സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് അവിടെ എമൗണ്ട് മാറണമെന്ന് നിർബന്ധമല്ല. എമൗണ്ട് നിശ്ചിത അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ എമൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ പോലും മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റാണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. അതിൻ്റെ പ്രത്യേകത ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കൺസ്ട്രക്ഷൻ്റെ എസ്റ്റിമേറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കും. അതിനാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഒരു ടൈപ്പ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.